അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന പല രൂപത്തിൽ കേൾക്കുന്നു. ശരിയായത് ഏതാണ്? അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ വെള്ളമാണോ ഈത്തപ്പഴമാണോ ആദ്യം കഴിക്കേണ്ടത് എന്നതാണ്. സുഹൃത്തുക്കളെ, നോമ്പ് തുറക്കുമ്പോൾ ആദ്യം കഴിക്കേണ്ടത് ഈത്തപ്പഴമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് ബിൻ മാലിക്കിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു വന്ന ഹദീസ് നമുക്കിങ്ങനെ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുത്തബാത്തിൻ ഖബ്ല യുസല്ലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുന്നതിന് മുമ്പ് റുത്തബാത്ത് കൊണ്ട് നോമ്പ് തുറന്നിരുന്നു. വൈലം തക്കുൻ റുത്തബാത്ത് ഫത്തംറാത്തുൻ. റുത്തബാത്ത് കിട്ടിയില്ലെങ്കിൽ തമ്രത്തുകളെ കൊണ്ട് തുറന്നിരുന്നു. വൈലം തക്കുൻ തമ്രാത്ത്. തമ്രാത്ത് ഇല്ലെങ്കിൽ ഹസവാത്ത് മിൻമാ, വെള്ളം കൊണ്ട് നബി നോമ്പ് തുറന്നിരുന്നു. അപ്പോൾ റുത്തബാത്തായിരുന്നു നബി നോമ്പ് തുറക്കാൻ ഉപയോഗിച്ചത്. അത് കുറച്ചുകൂടി സോഫ്റ്റായ ഒരുതരം ഈത്തപ്പഴമാണ് റുത്തബാത്ത്. അതില്ലെങ്കിൽ കുറച്ചുകൂടി ഹാർഡായ ഉണക്കക്കാരൊക്കെ ഉണ്ട്. അതുമില്ലെങ്കിൽ വെള്ളം കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നിരുന്നത്. അതുപോലെ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമായി ഇതെല്ലാം നല്ല പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്: ദഹബൽ ലമഉ വബതല്ലത്തുൽ അറൂഖ് വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്. ദാഹമൊക്കെ പോയി, ഞരമ്പുകളൊക്കെ നനഞ്ഞു തണുത്തു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലവും സ്ഥിരപ്പെട്ടു എന്ന പ്രാർത്ഥനയാണ് സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. മറ്റ് പല പ്രാർത്ഥനയും അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിഹായി വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിയായ പ്രാർത്ഥന ഇതാണ്: ദഹബൽ ലമഉ വബതല്ലത്തുൽ അറൂഖു വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു